ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കേരള പൊതുമരാമത്ത് വകുപ്പിലെ ഏറ്റവും സീനിയർ എഞ്ചിനീയർമാരിൽ ഒരാളായ ഡോക്ടർ എം ഖാനാണ്. അദ്ദേഹത്തിന് പൊതുമരാമത്ത് വകുപ്പിൽ 30 വർഷത്തെ സർവീസുണ്ട്. റിട്ടയർ ചെയ്തതിന് ശേഷം പല സ്ഥാപനങ്ങളുടെയും മാനേജിംഗ് ഡയറക്ടർ, ജനറൽ മാനേജർ എന്നൊക്കെ പല തസ്തികകൾ വഹിച്ചിട്ടുള്ള ഒരാളാണ്. ഇപ്പോഴും അദ്ദേഹം ഒരു യുവാവിൻ്റെ ചുറുചുറുക്കോടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ സ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ ഒക്കെ താല്പര്യം കാണിക്കുന്നുണ്ട്. ആരെയും സേവിക്കാൻ, ആർക്കും അദ്ദേഹത്തിൻ്റെ സർവീസ് നൽകാൻ അദ്ദേഹം തയ്യാറാണ്. അത് മണി മോട്ടിവേറ്റ് ആയിട്ടുള്ള ഒന്നല്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കൺസ്ട്രക്ഷൻസ് കഴിയുന്നത്ര പെർഫെക്റ്റായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. സർ, കേരളത്തിലെ നാഷണൽ ഹൈവേ പനവേൽ തൊട്ട് കന്യാകുമാരി വരെ തീരുന്ന നമ്മുടെ NH-66 അതിൻ്റെ പണി മലബാറിൽ ചില ഭാഗത്ത് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ മണ്ണ് ഒലിച്ചുപോയി, റോഡിൽ വിണ്ട് കീറലുണ്ടായി. അങ്ങനെ ചില പ്രശ്നങ്ങൾ വന്ന് പണി നിർത്തിവെച്ചു. കരാറുകാരനെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തുമെന്ന് പറഞ്ഞു. അതിലേറ്റവും രസകരമായ കാര്യം, ഈ റോഡിന് ഒരുപാട് പിതാക്കന്മാരുണ്ടായിരുന്നു. ഞങ്ങളുടേതാണെന്ന് കുറേ പേര് പറയുന്നു, കുറേ പേര് പറയും ഞങ്ങളുടേതാണെന്ന്. ഫ്ലെക്സ് കൊണ്ടുവെക്കുക, ആഘോഷിക്കുക, ഇതൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. റോഡ് തകർന്നു കഴിഞ്ഞപ്പോൾ ഇതിന് അച്ഛനില്ലാത്ത അവസ്ഥയായി. കാരണം വിജയത്തിന് നിരവധി പിതാക്കന്മാർ കാണും, പരാജയം അനാഥമായിരിക്കും എന്ന് പറഞ്ഞ പോലെ ഒരു ചെറിയ താഴ്ച, ഒരു ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഓണപ്പ് ചെയ്യാൻ ആരും ഇല്ല. അപ്പോൾ ഒരു എഞ്ചിനീയർ എന്നുള്ള നിലയിൽ എന്താണ് നമ്മുടെ നാഷണൽ ഹൈവേയിൽ സംഭവിച്ചത്, എന്താണ് അങ്ങയുടെ നിഗമനം? നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് IRC എന്ന് പറഞ്ഞ വലിയൊരു സ്ഥാപനം, ഇന്ത്യൻ റോഡ് കോൺഗ്രസ്, അവരാണ് കാലാകാലം അതിൻ്റെ സ്പെസിഫിക്കേഷൻ റീസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവരാണ് സ്പെസിഫിക്കേഷൻ നിശ്ചയിക്കേണ്ടതും എങ്ങനെ വേണമെന്ന് റോഡിനെ സംബന്ധിച്ച് അതിൻ്റെ മാഗ്ന കാർട്ടയാണ്. ഇത് ശരിയായിട്ട് ഫോളോ ചെയ്യണം എന്നുള്ളതാണ് നാഷണൽ ഹൈവേയുടെ മെയിൻ കൺസെപ്റ്റ്. അന്ന് നാഷണൽ ഹൈവേ ചെയ്തുകൊണ്ടിരുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ NHAIയുടെ അതോറിറ്റി ആയിരുന്നെങ്കിലും ഇതിൻ്റെ മെയിൻ്റെനൻസും കൺസ്ട്രക്ഷൻസും ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നത് നമ്മുടെ സ്റ്റേറ്റിലാണ്. സ്റ്റേറ്റിൽ നാഷണൽ ഹൈവേ ഒരു വിങ് തന്നെ ഒരു ചീഫ് എഞ്ചിനീയറുടെ കീഴിലുണ്ട്. അവിടുത്തെ എൻജിനീയേഴ്സിനെ ഇവിടുത്തെ ചീഫ് എഞ്ചിനീയർ പോസ്റ്റ് ചെയ്യുന്നത് ക്ലാരിറ്റി ഉള്ള എൻജിനീയേഴ്സാണ്, സാധാരണക്കാരനെ പോസ്റ്റ് ചെയ്യില്ല. ഒരു ഗുഡ് റെക്കോർഡുള്ള എൻജിനീയേഴ്സിൻ്റെ ഒരു ടീമിനായിരുന്നു നാഷണൽ ഹൈവേയിലോട്ട് മാത്രം പോസ്റ്റ്. നാഷണൽ ഹൈവേ, ബ്രിഡ്ജസ്, ഇങ്ങനെയുള്ള ചില പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട വിങ്ങുകൾ അത് അന്ന് സ്റ്റേറ്റിലെ ഗവൺമെൻറ് അങ്ങ് ചെയ്യുമായിരുന്നു. അത് 9% മറ്റാണ് സെൻറ്റേജ് ചാർജ് കൊടുത്ത് നാഷണൽ ഹൈവേ. അന്ന് ഇവിടെ വളരെ പെർഫെക്റ്റായിട്ട് കാര്യങ്ങൾ നടന്നു. ഇതിങ്ങനെ വരുമ്പോൾ ഇത് കൊള്ളാവുന്ന ഏതോ ഒരു സാഹചര്യത്തിൽ അത് NHAI നേരിട്ടങ്ങ് ചെയ്യാനുള്ള ഒരു തീരുമാനമെടുത്തു. അത് പല കാരണങ്ങളാണ്. എല്ലാം എനിക്ക് ഒരു എൻജിനീയർ എന്നുള്ള ഒരിക്കൽ ഞാൻ പുറത്തു പറയുന്നത് ശരിയല്ല. അത് ഞാൻ പല കാരണങ്ങൾ നാഷണൽ അതോറിറ്റി അങ്ങ് ഏറ്റെടുത്തു. അവരെ സംബന്ധിച്ചാണ് ഇത് ചെയ്യാനുള്ള യാതൊരു ഇൻഫ്രാസ്ട്രക്ചറൽ അറേഞ്ച്മെൻറ്റ്സോ എൻജിനീയേഴ്സോ സൂപ്പർവിഷനില്ല. വാട്ട് ദേ ആർ ഡൂയിങ്, ഓരോരുത്തർക്ക് ഓരോ ഒരു ഏജൻസിയെ കൊടുക്കുക. ഏജൻസി വന്നപ്പോൾ ആ ഏജൻസിയെ ക്വാളിറ്റിയെ സംബന്ധിച്ചോ അവരുടെ ബേസിക്കോ നോക്കാതെ പല ഏജൻസിയോ കോൺട്രാക്റ്റ് ഒരു കൊടുക്കുന്നതും അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ DPR തയ്യാറാക്കുന്നത്, പിന്നെ അതിൻ്റെ സ്ട്രക്ചറിൻ്റെ വാല്യുവേഷൻ നടത്തുന്നത് എല്ലാം ഇന്നിപ്പോൾ ഒരു പ്രത്യേക ഏജൻസി. ആ ഏജൻസിയെ നിൽക്കുന്നതിൽ തന്നെ പല അഭിപ്രായ വ്യത്യാസമുള്ള ഒരാളാണ് ഞാൻ. പലതിനും ഞാൻ അതിന് കമൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിട്ടയർ ചെയ്ത ഒരാളെന്ന് എനിക്ക് പറയുന്നത് ഞാൻ അസിസ്റ്റൻ്റ് എഞ്ചിനീയറായിട്ടും അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിലയിലും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ദീർഘകാലം ഞാൻ നാഷണൽ ഹൈവേയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ വർക്ക് ചെയ്തപ്പോഴെല്ലാം അന്ന് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുമായിരുന്നു, ക്വാളിറ്റി വിങ്ങുകളുണ്ടായിരുന്നു. ഇന്ന് ക്വാളിറ്റി ഉണ്ടെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിന് ആരുമില്ല. ഒരു നോക്കുന്നത് വേറെ എന്തോ ക്രൈറ്റീരിയയാണ്. ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ 66 നമ്മളെല്ലാം നിത്യം യാത്ര ചെയ്യുന്ന ഒരു സ്ഥലമാണ്. പല സ്ഥലങ്ങളും യാത്ര ചെയ്യാൻ അവിടുത്തെ വർക്കുകൾ കാണുമ്പോൾ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ സ്റ്റേബിലിറ്റി ഇല്ലല്ലോ, ഇതെന്നും തകർന്നു പോകുമല്ലോ. എന്തോ അറം പറ്റിയ മാതിരി തന്നെ. തിരുവനന്തപുരത്ത് പോകുമ്പം ഇതിൻ്റെ ആര്യവാളിൽ കെട്ടിയ ഒരു സ്ഥലം ഞാൻ കണ്ടു. അന്ന് എൻ്റെ സുഹൃത്ത് ഒരു എൻജിനീയറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇതിന് ലൈഫ് ടൈം ഇല്ലല്ലോ, ഇത് അറ്റ് എനി ടൈം കൊളാപ്സ് ചെയ്യും, ഇതിലൂടെ പോകുന്നതിന് അപകടകരമാണല്ലോ ഞാൻ ഒന്ന് പറഞ്ഞു. അറം പറ്റിയ മാതിരി കുറച്ചുള്ള അവിടെ ഒരു ഇടിഞ്ഞു പൊഴിഞ്ഞു എന്നുള്ള ഞാൻ കേട്ടത്. ഇത്രയും കെയർലെസ് ആയിട്ട് അന്ന് മണ്ണിൻ്റെ ടെസ്റ്റ് ചെയ്യോ, അത് മണ്ണ് ഇടുന്ന ബേസിക് സ്ഥലങ്ങളുണ്ടല്ലോ സാർ,
അതിൻ്റെ സ്റ്റേബിലിറ്റി എത്ര ആണെന്നോ പ്രോപ്പറായി ചെക്ക് ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നിരുന്നെങ്കിൽ അങ്ങനെയൊന്നും വരില്ലായിരുന്നു. ഇതിൻ്റെ വളരെ മോശമായ രീതിയിലാണ് പല സ്ഥലങ്ങളിലും ഇത് നടന്നത്. സാർ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ റോഡിൻ്റെ കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിൽ അക്കൗണ്ടബിലിറ്റി ഇല്ല, അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. രണ്ട്, ഇപ്പോൾ ഈ റോഡ് തകർന്നു കഴിഞ്ഞപ്പോൾ അത് DPRൽ മാറ്റം വന്നു. ആദ്യത്തെ DPR അല്ല, പിന്നീട് കൊടുത്ത DPR അനുസരിച്ചാണ് റോഡ് ഡിസൈൻ ചെയ്തത് എന്നൊക്കെയുള്ള പരാതികൾ പറഞ്ഞു. അപ്പോൾ ഈ DPR തയ്യാറാക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും സ്വകാര്യ ഏജൻസികളാണ്, ഗവൺമെൻറ് ഏജൻസി അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അവർക്കും അക്കൗണ്ടബിലിറ്റി ഇല്ല. അപ്പോൾ റോഡ് ശരിക്കും ഒന്ന് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്കൊരു സാധാരണക്കാരൻ ഇതിനെക്കുറിച്ച് ഒരു എക്സ്പെർട്ടൈസ് ഇല്ലാത്ത, സാങ്കേതിക ജ്ഞാനമില്ലാത്ത ഒരാൾക്ക് സാധാരണഗതിയിൽ നമുക്ക് തോന്നുന്നൊരു കാര്യം, ഈ മണ്ണിങ്ങനെ ഇട്ട് ഈ ചൈനീസ് വൻമതിൽ പോലെ നമ്മൾ ഉയർത്തി കൊണ്ടുവരുമ്പോഴേ വശങ്ങളിലെ ഈ പറഞ്ഞ പോലെ ചില കോൺക്രീറ്റ് ഷീറ്റുകൾ വെച്ചാണ് ഇത് മറച്ചിരിക്കുന്നത്. കേരളം എന്ന് പറഞ്ഞാൽ വലിയ മഴ പെയ്യുന്ന സ്ഥലമാണ്. അങ്ങനെ വരുമ്പോഴേ ഈ വെള്ളം താണ് ഇത് ബേഴ്സ്റ്റ് ചെയ്യാനുള്ള സാധ്യതയില്ലേ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കും. അപ്പോൾ അങ്ങനെ ഒന്ന് ഒഴിവാക്കി അത് ഡിസൈൻ ചെയ്യണ്ടല്ലേ. അപ്പോൾ ഡിസൈനിങ്ങിൽ എവിടെയാണ് തെറ്റുപറ്റിയത്? സാറിൻ്റെ ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. DPR തയ്യാറാക്കുന്നതിൽ തന്നെ വളരെ കരുതൽ നടത്തുന്നുണ്ട്. DPR എന്ന് പറഞ്ഞ ബേസിക് റെക്കോർഡാണ്. ഈ കേരളം എന്താണെന്നും കേരളത്തിൻ്റെ സാഹചര്യം കേരളത്തിൻ്റെ ഭൂപ്രകൃതി എന്താണെന്നും ശരിയായിട്ട് മനസ്സിലാക്കി കൊണ്ടുവന്ന് DPR തയ്യാറാക്കുക. കേരളം എന്ന് പറഞ്ഞാൽ സാറിനറിയാം, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു കടകളോ ഒരു സ്ഥാപനമോ ഇല്ലാത്ത ഒരു സ്ഥലം നമുക്ക് കാണാനില്ല. അതൊരൊറ്റ സിംഗിൾ സ്ട്രക്ചറിലെ ഒരു ടൗൺഷിപ്പാണ് നമ്മുടേത്. വേറെ തമിഴ്നാട്ടിലോ വേറെ എവിടെയും പോയാൽ ചില സ്ഥലത്ത് 10 കിലോമീറ്ററിൽ കുറച്ച് വാസസ്ഥലങ്ങൾ കാണും. ഇങ്ങനെ ഉറപ്പാണ്. നമ്മളെ സ്ഥലം എന്ന് പറഞ്ഞാൽ എപ്പോഴും 2 സ്ഥലങ്ങളും. അപ്പോൾ അതിൻ്റെ DPR തയ്യാറാക്കുമ്പോൾ ഇതിന് ചൈനീസ് മതിൽ പോലെ ഇട്ട് അപ്പുറത്തുള്ള ഒരാളിനെ ഇങ്ങോട്ട് വരാൻ തയ്യാറാകുന്നത് ആ കൺസെപ്റ്റ് തന്നെ തെറ്റായിരുന്നു. മാത്രമല്ല സാർ വേറെ ചോദിച്ചത് ആ മണ്ണിൻ്റെ ഘടന വളരെ പ്രാധാന്യമാണ്. ഇതിൻ്റെ മണ്ണിൻ്റെ പല സ്ട്രെങ്ത്തിനെ സംബന്ധിച്ചും അതിൻ്റെ PI വാല്യൂ ഇത്ര വേണം എന്നെല്ലാം വളരെ നിഷ്കർഷിച്ചുണ്ട്. ഇന്ന് ഇവിടെ പല സ്ഥലങ്ങളും ഇത് കടലിലെ മണ്ണ്, കടലിൽ നിന്ന് വാരിയ മണ്ണോ കായലിൽ നിന്ന് വാരിയ മണ്ണോ ഏതൊന്നും പറയുക, ഏതെല്ലാം മണ്ണുകളാണ് ഇന്ന് അവിടെ. ഞാൻ ചവറ സൈഡിൽ നോക്കുക, കക്കകളാണ് ആ മണ്ണിലെല്ലാം കണ്ടത്. ഇതിനൊക്കെ PI വാല്യൂ എത്ര ഉണ്ടെന്നോ അത് എടുത്ത സ്ഥലത്ത് അത് ബിൽഡിങ് ഒരു കൺസോളിഡേഷൻ ഇല്ലാതെ എർത്ത് ഇങ്ങനെ ഫില്ല് ചെയ്യുമായിരുന്നു. ഈ എർത്തിന് 2 ശക്തിയുണ്ട്. ഒന്ന് താഴോട്ട് ഇങ്ങനെ ക്രഷിങ് സ്ട്രെങ്ത്ത്, വേറെ ഒന്ന് റിട്ടൈനിങ് വാൾ. ഇപ്പോൾ മണ്ണ് ഇങ്ങോട്ട് വരുമ്പം മുകളിൽ വാഹനങ്ങൾ വളരെ ചീറിപ്പാഴിയാണ്. 100 കിലോമീറ്റർ 70 കിലോമീറ്റർ അവിടെ ഒരു ഇമ്പാക്റ്റ് ലോഡ് വരുന്നുണ്ട്. ഇതിന് സ്വന്തമായിട്ട് ഒരു സെൽഫ് വെയിറ്റ് ഉണ്ട്. ഇത് താങ്ങാനുള്ള ശക്തി ആ പ്രതലത്തിനുണ്ടോ എന്ന് നോക്കിക്കാണും എല്ലാവരും. റെക്കോർഡിക്കലൊക്കെ സോയിൽ ടെസ്റ്റൊക്കെ നടത്തി ഒരു സ്ഥലത്തും അതിനെ കൺസോളിഡേറ്റ് ആയി ചെയ്തായിട്ട് കാണില്ല. മണ്ണാണെങ്കിൽ 30 സെൻറ്റിമീറ്റർ കനത്തിൽ ലെയറായിട്ട് ഇരുന്ന് അതിനെ 90% കോമ്പാക്ഷൻ ചെയ്തതിന് ശേഷം അടുത്ത ലെയർ വരികയാണ്. ഇങ്ങനെ ലെയർ വരുമ്പം എർത്തിന് വാട്ട് വിൽ ഹാപ്പൻ, അതിന് സൈഡിലോട്ട് തള്ളാനുള്ള ശക്തി വരില്ല. ഇങ്ങനെ വെർട്ടിക്കലായിട്ട് സോളിഡായിട്ട് ലെയറിലായിട്ട് കൺസോൾഡ്. എവിടെയെങ്കിലും സാറ് അത് കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും നമ്മൾ കാണുന്ന എല്ലാവരും എല്ലാവരും മണ്ടന്മാരാവില്ലല്ലോ. സാധാരണക്കാരൻ ഞാൻ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ കൂമ്പാരട്ട മണ്ണിൻ്റെ മുകളിൽ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു ഇൻ്റർലോക്ക് സിസ്റ്റത്ത് വെച്ചാൽ നിൽക്കുമെന്ന് സാധാരണക്കാരൻ ചോദിച്ച ചോദ്യത്തിന് മുന്നിൽ നമുക്ക് കുമ്പിട്ട് പോകും. പല സാധാരണക്കാരനാണ് ഇതിൻ്റെ സെക്ടർ എൻജിനീയേഴ്സ് പോട്ടെ, എന്നിട്ട് പോലും അതിന് ഒരു സൂപ്പർവിഷനോ ഒന്നും ഇല്ലാത്ത നിലയിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം ആയുസ് നോ ഡൗട്ട് അറ്റ് ഓൾ വിത്തിൻ നോ ടൈം ഇത് മറിഞ്ഞു വീഴുന്നത്. അത് മാത്രമല്ല, മറിഞ്ഞു വീഴുമ്പോൾ നമ്മളെ സ്ഥാപനങ്ങൾ, അതിൽ പോകുന്ന വാഹനങ്ങൾ, ഇതിൻ്റെയൊക്കെ സേഫ്റ്റിക്ക് ഹൂ ഈസ് റെസ്പോൺസിബിൾ? ഇത് പറയുന്നതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. ഒരു എൻജിനീയർ എന്ന നിലയിലും പറയാൻ എനിക്ക് വളരെ മടിയുണ്ട്. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല. നമ്മളെ കേരളത്തിൽ നമ്മളെ വാഹനം കൂടി പോകേണ്ടതാണ്. ആ നിലക്കാണ് ഇതെല്ലാം ആറിയ വാൾ വെച്ച് കെട്ടിയിരിക്കുന്നത്. ഇതിപ്പം തുറന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രം പറയുകയാണ്. ഒരു എൻജിനീയർ എന്ന് പറഞ്ഞാൽ ഈ സർവീസിൽ ഉണ്ടായിരുന്ന ഒരാളെന്ന് പറയും. ചിലപ്പം പറയും റിട്ടയർ ചെയ്തിട്ട് സാറിൽ തോന്നിയ മാതിരി പറയാം. എന്തെങ്കിലും ഒരു ശകലം കൃത്യമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി സേവിങ്ങൾ പറ്റിയാൽ നാളെ എന്ത് സംഭവിക്കും. ഞാൻ ഫ്ലാറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ മാതിരി തന്നെ
ഈ റോഡ് ആക്സിഡൻറ്റും ഇനി റിപ്പീറ്റ് ഇത് രണ്ട് വിധത്തിലാണ് വരുന്നത്. താഴെ പോകുന്ന വാഹനങ്ങൾ മൊത്തം മുകളിൽ പോകുന്ന വാഹനം ഇത് റോഡ് ചെയ്താൽ അതും താഴോട്ട് മറിഞ്ഞു വീഴും. ഇത്രയും അപകട നിരയിലാണ് ഇന്നിവിടെ വെച്ചിരിക്കുന്ന മിക്ക ആറിവാളും എന്ന് എനിക്ക് നിസ്സംശയം പറയാൻ എനിക്ക് ഒരു മടിയില്ല, എനിക്ക് പ്രൂവ് ചെയ്യാനും. സാർ, ഇപ്പോൾ നമ്മൾ കൊങ്കൺ റെയിൽവേ വളരെ ഹൈറ്റിലാണ് കൊങ്കൺ റെയിൽവേ പല ഭാഗത്തും പോകുന്നത്. ചിലയിടത്ത് പിന്നെ ബ്രിഡ്ജസ് ഉണ്ട്, എങ്കിലും പലയിടത്തും അതല്ലാതെ തന്നെ അവിടെ ഈ ജിയോടെക്സ് വിരിച്ച് മണ്ണ് ബലപ്പെടുത്തി അതിലൂടെയാണ് ഈ റെയിൽവേ സർവീസ് നടത്തുന്നത്. അപ്പോൾ അതൊരു ചരിഞ്ഞ പ്രതലമായിട്ടാണ് നമ്മൾ കാണുന്നത് റോഡിൻ്റെ വശം. അപ്പോൾ അത് എന്നാൽ ഇവിടെ നേരെ വെർട്ടിക്കലായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. നമ്മൾ പലയിടത്തും ഫിനിഷ് ചെയ്തിടത്ത് പോലും റോഡിനടിയിൽ കൂടെ വെള്ളമൊക്കെ ഒലിച്ച് പോകുന്നത് കാണുമ്പോഴേ താഴെ മണ്ണ് ഒലിച്ചു പോയാൽ മുകളിലത്തെ റോഡ് ഇരുത്തുകയും അത് അപകടം സംഭവിക്കുകയൊക്കെ ചെയ്യാനുള്ള സാധ്യതയില്ല. ഇതിനി നമുക്കൊരു പരിഹാരം ഉണ്ടാക്കിയെങ്കിലല്ലേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും സാർ പറഞ്ഞാൽ വളരെ ശരിയാണ്. ഒരു റോഡിലെല്ലാം ഒരു സ്ലോപ്പ് സാറ് കൊടുക്കുന്നത്. ഇതിൽ മണ്ണിൻ്റെ ഏറ്റവും വലിയൊരു ക്യാരക്ടറാണ് ആംഗിൾ ഓഫ് റീപ്പോസ് എന്ന് പറഞ്ഞ ഇതുണ്ട്. ഈ ആംഗിൾ ഓഫ് റീപ്പോസ് മണ്ണൊരു തിട്ടാൽ അത് സ്വയമായിട്ട് നിൽക്കുന്നത് ആ നിലയ്ക്ക് വെച്ചിട്ടാണ് റിട്ടേൺ ചെയ്യുന്നത്. ഇത് വെർട്ടിക്കലായിട്ട് പല സ്ഥലങ്ങളിലും ഇത് ചെയ്തിട്ടുണ്ട്. വെർട്ടിക്കൽ അതിനേക്കാളും വലിയ അപകടമാണ് ഇതിൻ്റെ റോഡ് കട്ട് ചെയ്തത്. പല സ്ഥലത്തും വെർട്ടിക്കലായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു പ്രൊട്ടക്ഷനില്ല. അത് എപ്പോഴാണ് സോയിൽ ഇറോഷൻ, സോയിൽ സ്ലിപ്പേജ് വരിക എന്നുള്ളതാണ്. ഇത് ഏത് എഞ്ചിനാണ്, എവിടെ നിന്ന് കിട്ടിയ, ആരുടെ ബുദ്ധിയിൽ നിന്ന് വന്നതെന്ന് ഒരു അറിയുമില്ല. ബേസിക് ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇതിൻ്റെ കട്ടിങ് വെർട്ടിക്കലായിട്ട് സാറ് നോക്കണം. ഒരു സാധനം ഒരു വെർട്ടിക്കലായിട്ട് നിന്ന് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? ഒരു പ്രൊട്ടക്ഷനും ഇല്ലാതെ വെർട്ടിക്കലായിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ എന്തെങ്കിലും ശീലം വെച്ചാൽ ഇതന്നെ എന്ത് ലാൻഡ് അക്വിസിഷൻ കുറക്കാൻ വേണ്ടിയിട്ടായിരിക്കണം അത് ചെയ്തത്. സ്ലോപ്പിലാവുമ്പോൾ താഴെ ആയിരുന്നല്ലോ നമുക്ക് 60 മീറ്റർ കിട്ടുക. മുകളിൽ വെർട്ടിക്കലായിട്ടുണ്ടെങ്കിൽ 60 80. അതിൻ്റെ ഒരു ചെറിയ ചീപ്പർ മെൻറ്റാലിറ്റിയിൽ മാത്രം ഇതിൻ്റെ എൻജിനീയറിങ് ബേസിക് നോക്കാതെ ആ ഫൈനാൻഷ്യൽ ഇത് മാത്രമായിരിക്കും അവർ നോക്കിയിരിക്കുന്നത്. അങ്ങനെ പല സ്ഥലത്തും ഡീപ്പ് ഇതുണ്ട്. അതെല്ലാം ലാൻഡ് സ്ലിപ്പും. പിന്നെ വാട്ടർ എന്ന് പറഞ്ഞാൽ രണ്ട് പ്രഷറിന് വാട്ടർ വരുമ്പോൾ സാധാരണ പെർക്കുലേഷൻ അനുസരിച്ച് താഴെ വരും. അതിൻ്റെ വാട്ടർ പ്രഷറും കൂടി ഇവിടെ ഇമ്പാക്റ്റ് ചെയ്യും. എർത്തിൻ്റെ പ്രഷർ മാത്രമല്ല, എർത്തും കൂടി അതിനെ എസ്കേപ്പ് ചെയ്ത് വെള്ളം ഒന്നുകിൽ താഴോട്ട് പോകണം, അല്ലെങ്കിൽ സൈഡിൽ കൂടെ പോകണം. വീപ്പ് ഹോൾസ് എല്ലാം കൊടുത്തിട്ട് കൊടുക്കണം. ഇതിനൊന്നും സംവിധാനം അവിടെ കൊടുത്തിട്ടില്ല, പ്രോപ്പർ കോമ്പാക്ഷനും കൊടുത്തിട്ടില്ല. അപ്പോൾ സാറ് പറഞ്ഞത് വളരെ 100% തന്നെ ഇറ്റ് മേ ഹാപ്പൻ ടുഡേ ഓർ ടുമാറോ. സാറേ, നമ്മൾ ഭയക്കേണ്ട ഒരു കാര്യം വയനാട്ടിൽ സംഭവിച്ചതുപോലെ ഒരു ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ ഈ ഉരുൾപൊട്ടൽ അത് ഹൈവേയുടെ ഭാഗത്തും സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് അങ്ങ് പറഞ്ഞത്. അത് വളരെ ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ്. അപ്പോൾ എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം, അപ്പോൾ നമ്മൾ ഈ മണ്ണിട്ട് നികത്തുന്നതിന് പകരം ഇത് പില്ലറിലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കോസ്റ്റ് വളരെ കൂടുമായിരിക്കും. എങ്കിൽ പോലും പില്ലറിലായിരുന്നുവെങ്കിൽ അതല്ലെങ്കിൽ വശത്തുള്ള സർവീസ് റോഡിൻ്റെ സ്ഥലം കുറച്ച് കൂടുതൽ എടുക്കേണ്ടി വരുമായിരുന്നു എന്നുള്ളൊരൊറ്റ പ്രശ്നം കൊണ്ട് ഇത് വെർട്ടിക്കലാക്കുന്നതിന് പകരം കുറച്ചൊരു സ്ലോപ്പ് കൊടുത്ത് ചെയ്തിരുന്നുവെങ്കിൽ ഇതിന് പരിഹാരമാകും എന്നാണ് അങ്ങ് പറഞ്ഞത്. ഇത്രയൊക്കെ പണി തീർന്നു കഴിഞ്ഞ സാഹചര്യത്തിൽ നമുക്കിനിയും ഇതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി ഇനിയും എന്തെങ്കിലും നടപടികൾ നമ്മുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുമോ? ഇനി കൺസോൾട്ടേഷൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇത്രയും ഹൈറ്റിൽ മണ്ണ് എടുത്ത് കഴിഞ്ഞാൽ താഴേന്ന് കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇനി പെനിട്രേഷൻ അല്ലെങ്കിൽ പ്രഷർ ഗ്രൗട്ട് എല്ലാം ചെയ്തിട്ട് നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ ദർ ഇസ് വൺ മുകളിൽ നിന്ന് കുഴിയെടുത്തിട്ട് പ്രഷർ ഗ്രൗട്ട് ചെയ്തിട്ട് ഇതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ ദർ ഇസ് വൺ പോസിബിലിറ്റി. വേറെ രണ്ട് സാർ ചോദിച്ചത് ഇത് പില്ലറിൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് വാസ് കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഐഡിയൽ അതായിരുന്നു. പില്ലറിൽ നമുക്ക് അതിൻ്റെ താഴെയുള്ളത് പല മൾട്ടി പർപ്പസ് യൂട്ടിലൈസ് ചെയ്യാം. പാർക്കിങ്ങിന് നമുക്ക് വളരെ കുറവുണ്ട്. വേറെ ഏതെങ്കിലും ടൂറിസ്റ്റ് ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ താഴെയുള്ള സ്ഥലങ്ങൾ നമുക്ക് കിട്ടുമായിരുന്നത്. ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റും കോസ്റ്റും കൂടി നമുക്ക് ആ സർവീസബിലിറ്റി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. സ്റ്റേബിലിറ്റി ഉണ്ട്, സർവീസബിലിറ്റി. എക്കണോമി എന്ന് പറയുന്ന ഒരു സാധനത്തിൽ മാത്രം ചെറിയ എക്കണോമി അത് മാത്രമാണ് നോക്കുക. ഏതൊരു കൺസ്ട്രക്ഷനെ സംബന്ധിച്ച് നമ്മൾ നോക്കേണ്ട ബേസിക്കായിട്ട് 3 കൺസെപ്റ്റാണുള്ളത്. അതായത് സ്റ്റേബിലിറ്റി ആൻഡ് സർവീസബിലിറ്റി ആൻഡ് എക്കണോമി. നമുക്ക് എപ്പോഴും നമുക്ക് എക്കണോമി തേർഡ് ഫാക്ടർ മാത്രമാണ്. ദ ഫസ്റ്റ് ഫാക്ടർ ഈസ് സ്റ്റേബിലിറ്റിയിലാണ് ഈ കൺസോൾട്ടേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ടെസ്റ്റ് ചെയ്യുന്നത് എല്ലാം നമുക്ക് എപ്പോഴും സ്റ്റേബിലിറ്റിയാണ് അവിടെ. എങ്കിൽ മാത്രമേ അതിൻ്റെ ലൈഫ് എക്സ്പെക്റ്റൻസി വരുള്ളൂ. റോഡ് ഇത്ര വർഷമൊക്കെ വേണമെന്ന് അതിൻ്റെ സ്റ്റേബിലിറ്റിയാണ് അതിൻ്റെ പ്രധാന. പിന്നെ
സർവീസബിലിറ്റി ഇന്നത്തെ റോഡിനെ സംബന്ധിച്ച് ഇങ്ങനെ ചൈനീസ് മതിലായിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ സർവീസബിലിറ്റി നമ്മൾ ടോട്ടലി നമ്മൾ ഡിസ്കാർഡ് ചെയ്തു. ഒരു സ്ഥലത്തു നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് പ്രവേശിക്കാനും അത്രയുള്ള സ്പേസ് നമുക്ക് ലോസ് ആവുകയാണ്. ഇത്രയും ഷോർട്ടേജ് ഉള്ള ഒരു സ്ഥലത്ത് ലാൻഡാണ് നമുക്ക് വളരെ ആ ലാൻഡിനെ ഈ മതിൽ കെട്ടിയതുകൊണ്ട് അത്രയും സ്ഥലം നമുക്ക് വി ആർ ലൂസ് ചെയ്യും. അത് പല പർപ്പസ് മൾട്ടി പർപ്പസായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാവുന്ന ചാൻസാണ്. ഇന്നിപ്പോൾ കഴക്കൂട്ടത്ത് അത് ചെയ്തതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് മനസ്സിലായി. അവിടെ എത്ര വണ്ടികളാണ് പാർക്ക് ചെയ്യുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്, ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെടുത്തിയിരുന്നു. ചൈനീസ് മതിലെ അപ്പുറമുള്ള ഒരു റിലേറ്റീവ് ഇപ്പുറം വരണമെങ്കിൽ എത്ര കിലോമീറ്റർ സഞ്ചരിച്ച് എത്ര പെട്രോൾ ചിലവാക്കണം. അവിടെ വേർ ഈസ് ദ സർവീസബിലിറ്റി? അവിടെ എക്കണോമിയും നഷ്ടപ്പെട്ടില്ലേ? ഇങ്ങോട്ട് വരണമെങ്കിൽ പബ്ലിക് ഫ്യൂവലല്ല നഷ്ടപ്പെടുന്നത്. ഒരു യു ടേൺ എടുത്തിട്ട് അടുത്ത സ്ഥലത്ത് ജസ്റ്റ് ഓപ്പോസിറ്റുള്ള ഒരു ഫ്രണ്ടിനെ കാണാനോ ഒരു മരണത്തിന് പോകാനോ വേണമെങ്കിൽ ഈ വീട്ടിലുള്ള കിലോമീറ്ററുകൾ പോയി യു ടേൺ എടുത്ത് തിരിച്ചു വരുമ്പോൾ നമ്മളുടെ നാഷണൽ വേസ്റ്റേജ് എത്ര വരുന്നത്? ഇതല്ലേ എക്കണോമി നോക്കേണ്ടത്? ഈ കൺസ്ട്രക്ഷൻ്റെ മാത്രം പാർട്ട് എക്കണോമി നോക്കിയാൽ മതിയോ? എല്ലാം വേരിയസ് ഫാക്ടറാണ്. അതാണ് ഇതിൻ്റെ ഫാക്ടേഴ്സൊന്നും അറിയാത്ത ഒരു സ്ഥലത്തുനിന്ന് എവിടെയോ ഉണ്ടാക്കിയ ഒരു DPR ആണ്. DPR കേരളത്തിനെ സംബന്ധിച്ച് നോക്കേണ്ടത്. അതിനെപ്പറ്റി എനിക്ക് എലോബറേറ്റഡ് വേറെ പറയാനുണ്ട്. ഞാൻ സാറിനോട് അടുത്ത് പറഞ്ഞ റോഡ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാവുന്നത്. സാർ അതെ, ഇവിടെ സാർ പറഞ്ഞ പോലെ 3 ഫാക്ടേഴ്സാണ് വേണ്ടത്. ഒന്ന് സ്റ്റെബിലിറ്റി, മറ്റൊന്ന് സർവീസബിലിറ്റി, മൂന്നാമത് എക്കണോമി. അപ്പോൾ ഇതിനകത്തുള്ളൊരു പ്രോബ്ലമാണ് നമ്മൾ DPR തയ്യാറാക്കുമ്പോഴേ DPR തയ്യാറാക്കുന്നതിനകത്തുള്ള എക്സ്പെർട്സ് ആണല്ലോ. അപ്പോൾ അവർ തയ്യാറാക്കുമ്പോഴേ ആദ്യം അതിൻ്റെ സ്റ്റെബിലിറ്റിയാണ് നോക്കേണ്ടത്. ഇപ്പം നമ്മുടെ ഹൈവേയെ സംബന്ധിച്ചിടത്തോളം സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിൽ പരാജയപ്പെട്ടല്ലോ, അതുകൊണ്ടാണല്ലോ അത് പൊളിഞ്ഞു പോയത്. സ്റ്റെബിലിറ്റി പരാജയപ്പെട്ടതുകൊണ്ടാണല്ലോ മണ്ണ് വെച്ച് പൊളിഞ്ഞു പോയത്. അപ്പോൾ സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിൽ അവർ അത് പരാജയപ്പെട്ടു പോയി. പിന്നെ സർവീസബിലിറ്റിയുടെ കാര്യമാണ്. സർവീസബിലിറ്റിയുടെ കാര്യം നമ്മൾ ഒരു ഇടവഴിയിലേക്ക് അല്ലെങ്കിൽ സാധാരണ ഒരു പട്ടണത്തിലേക്ക് പോയി ഒരിടത്തേക്ക് പോകേണ്ടി വരുന്ന ആളിന് കിലോമീറ്ററുകൾ ചുറ്റി വേണം പോകാൻ. അതിനെ ഉപയോഗിക്കുന്ന ഇന്ധനം പെട്രോൾ ആയാലും ശരി, ഡീസലായാലും അല്ലെങ്കിൽ ഇലക്ട്രിക് ഇലക്ട്രിസിറ്റി ആയാലും ശരി, അതിന് വേണ്ടി വരുന്ന ഒരു വലിയ ചിലവ് അത് ആ DPRൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല. അവരാകെ പരിഗണിച്ചത് എക്കണോമി മാത്രമാണ്. പക്ഷേ എക്കണോമി പരിഗണിക്കപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. തകർന്ന റോഡിന് പകരം റോഡ് വരുമ്പോൾ പിന്നെ എക്കണോമിയും പോയല്ലോ സാർ. എക്കണോമി മാത്രമേ ബാക്കിയുള്ളത് നോക്കിയിട്ടില്ല. അപ്പോൾ വീണ്ടും ഈ റോഡ് റീകൺസ്ട്രക്ട് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ എക്കണോമിയും നോക്കില്ല. എന്ന് പറഞ്ഞാൽ ഒരു റോഡ് കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ എടുക്കേണ്ട 3 പ്രാഥമികമായ കാര്യങ്ങളിൽ DPR തയ്യാറാക്കുന്ന ആളുകൾക്ക് വീഴ്ച പറ്റി എന്നുള്ളതിൻ്റെ നല്ല ഒരു ഉദാഹരണമാണ് ഇപ്പോൾ മലബാറിൽ സംഭവിച്ചത്. കേരളത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കിയില്ല. കേരളത്തിൻ്റെ ഈ പോപ്പുലേഷൻസും ബാക്കിയുള്ളതൊന്നും നോക്കിയിട്ടില്ല. ഇതിൻ്റെ ഒരു പ്രോബ്ലം വെച്ചാൽ ഞാൻ സാറിൻ്റെ ചെറിയ ഉദാഹരണം പറയാം. എനിക്ക് സാറിനും അറിയാവുന്ന ഒരു ഉദാഹരണം പറയാം. നമ്മൾ SN കോളേജിനടുത്തുനിന്ന് ഒരു ഓവർ ബ്രിഡ്ജ് വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മുടെ ആ കൊച്ചുവിലാമൂട്ടിലേക്ക് പോകുന്ന സ്ഥലത്ത്. സാറിനും എനിക്കും അറിയാം സാറേ, 2 വാഹനങ്ങൾക്ക് തികച്ച് കടന്നു പോകാൻ പറ്റുന്ന ഒരു ഇടുങ്ങിയ ഓവർ ബ്രിഡ്ജ്. ഈ ഓവർ ബ്രിഡ്ജിന് അല്പം വീതി കൂട്ടിയാലുണ്ട് കുഴപ്പമുണ്ടായിരുന്നു. ഇത് സാറേ അതൊരു സെൻസില്ല. അതെത്ര കാരണം ഓരോ വർഷം കഴിയുമ്പോഴും നമ്മുടെ വാഹനങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ് കേരളത്തിൽ. അവിടെയാണ് കൊല്ലം പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്തിൽ, എനിക്ക് സാറിന് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏത് മഹാനായ എഞ്ചിനീയറാണ് ഇത് ഡിസൈൻ ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിന് കുറച്ച് വീതി കൂട്ടി ഇഷ്ടംപോലെ വീതി കിടക്കാൻ സ്ഥലം അപ്പുറത്ത് കിടപ്പുണ്ട്. അത് ചെയ്യാതെ ഒരു ഇടുങ്ങിയ ഒരു ഓവർ ബ്രിഡ്ജ് ഉണ്ടാക്കി വെച്ചിരിക്കുക. എന്താ സാറേ നമ്മുടെ ഈ PWD? ഐ മോസ്റ്റ് അപ്രീഷിയേറ്റ് ദാറ്റ് ക്വസ്റ്റ്യൻ. ഇറ്റ്സ് വെരി ഇൻ്റലിജൻറ്റ് ക്വസ്റ്റ്യൻ. ആദ്യം ഞാൻ റേസ് ചെയ്ത പോയിൻ്റാണത്. സർ ഇത്രയും ലാഘവത്തോട് കൂടി ഒരു ഡിസൈൻ ചെയ്തെന്നാണ്. എന്നിട്ട് അവിടെ ബാക്കിയുള്ളിടത്താണ് ഇത് നടക്കാനുള്ളവർക്കുള്ള വിരോധം, ആരും നടക്കരുത് എന്ന അപകട സൂചന നടക്കേണ്ട ഒരു പാലാണത്. രണ്ട് വാഹനം ശരിക്ക് പോകുമ്പോൾ ഒരു പെഡസ്ട്രിയൻ എങ്ങനെ അവരിലോട്ട് നടക്കും? ഇത് പബ്ലിക് റോഡുമായിരുന്നു. ഇതിൻ്റെ അക്വിസിഷൻ്റെ പോലും ആവശ്യമില്ല. പുറമ്പോക്കിലുള്ള സ്ഥലം ശകലം കൂടി വീതി കൂട്ടിയിരുന്നെങ്കിൽ യാതൊരു സ്ഥലമില്ല. ഒരു ഫുട്പാത്ത് പോലും അതിന് കൊടുക്കാൻ അവർക്ക് സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അവിടെയാണ് ഇത് നടക്കുക. അത് ഉണ്ടാക്കിയവന് സർവീസ് സത്യത്തിൽ ഉണ്ടാവാൻ പാടില്ലായിരുന്നു. ഇതിൻ്റെ നമ്മൾ ശിക്ഷാ നടപടികളില്ലാത്തതാണ്. ആർക്കും ലാഘവത്തോടു കൂടി എന്തും തോന്നിയവസ്ഥം ചെയ്യാവുന്ന ഒരു ഫീൽഡായിട്ടുണ്ട് എൻജിനീയറിംഗ് ഫീൽഡ്. സംശയമൊന്നുമില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഞങ്ങൾ പല വിധത്തിലും പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കേരളത്തിൽ മുമ്പ് ഒരു ചീഫ് എഞ്ചിനീയറെന്നോ സൂപ്പർ എഞ്ചിനീയറെന്നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ പേടിക്കുമായിരുന്നു. ഒരു സൂപ്പർ എഞ്ചിനീയർ ഇൻസ്പെക്ഷന് വരുന്നതാണ്. ഇന്നിപ്പോൾ അതിനേക്കാളും ഇന്ന് സ്റ്റുഡൻറ്റ് ആൻഡ് ടീച്ചേഴ്സുള്ള റിലേഷനേക്കാളും വളരെ മോശമാണ്. താഴത്തെ ഓഫീസർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒരു ഇൻസ്പെക്ഷൻ വരുമ്പോൾ ഞാൻ ജൂനിയർ എഞ്ചിനീയർ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിനെ കാണാൻ എനിക്ക് പറ്റില്ലായിരുന്നു. അത്രത്തോളം പേടിയായിരുന്നു.
ഒരു എടത്തുവ പാലം ഡിസൈൻ ചെയ്തപ്പം മംഗളബാൻ എന്ന് പറയുന്ന ഒരു സൂപ്പറിൻറ്റൻഡൻറ്റ് എഞ്ചിനീയർ അവിടുത്തെ കർവായിട്ടാണ് അത് വന്നത്. അദ്ദേഹത്തിനോട് ഞാൻ ഒരു ഡിസൈൻ ചോദിക്കുമ്പോൾ ഇതെങ്ങനെ മറക്കാം, അദ്ദേഹം ഇത് എങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇത് ഡിസൈൻ ചെയ്തു. അത്രയും ഏബിളും വളരെ എഫിഷ്യൻറ്റുള്ള എഞ്ചിനീയർമാരുണ്ടായിരുന്നു. എന്ന് ഒരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ ചീഫ് എഞ്ചിനീയറുടെ വയസ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർവേഡ് ടു സൂപ്പറിൻറ്റൻഡൻറ്റ് എഞ്ചിനീയർ, സൂപ്പർ എഞ്ചിനീയർ ഫോർവേഡ് ടു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നേരെ AXക്ക്, എന്നിട്ട് അവസാനം വർക്ക് സൂപ്പറിൻ്റെ അടിക്കാമല്ലോ ഓവർസിയർ, അയ്യോ ഇത് ചീഫ് എഞ്ചിനീയറുടെ വയസ്സല്ലേ, അതെങ്ങനെയാണ് അത് അതുപോലെ മുകളിലോട്ട് തട്ടും. ഇത്ര കെയർലെസ് ആയിട്ടാണ് ഇന്ന് നമ്മുടെ ഫയലുകൾ പോലും മൂവ് ചെയ്യുന്നത്. പിന്നെ ഇൻസ്പെക്ഷൻ്റെ കാര്യം, ഇൻസ്പെക്ഷൻ ആരുണ്ട് പ്രോപ്പറായിട്ട് ഇൻസ്പെക്ട് ചെയ്യുന്നത്? അന്ന് ഞങ്ങൾ നാഷണൽ ഹൈവേ അന്ന് നോക്കുമ്പോൾ ചീഫ് ടെക്നിക്കൽ എക്സാമിനർ എന്നാണ് സാറ് ഫൈനാൻസ് മിനിസ്റ്ററുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു സാറ്. എന്തൊരു പോസ്റ്റായിരുന്നു. മന്നാടിയാരാണ് ഇൻസ്പെക്ടർ വരുന്നത്, മന്നാടിയാരാണ് തന്നതിലുണ്ടായത്. അദ്ദേഹമൊക്കെ ഇൻസ്പെക്ട് ചെയ്യാൻ ഞങ്ങൾ കിടലം വിളക്കുമായിരുന്നു. അദ്ദേഹം അവിടുന്ന് സൈറ്റിൽ നിന്ന് ഓരോ ഒരു കതകിൻ്റെ തിക്നെസ് വരെ അദ്ദേഹം തൂക്കുക. ഒരു സ്ക്രൂ, ഒരു 35 mm സ്ക്രൂ എന്നാണ് എത്രയെന്ന് നോക്കുമായിരുന്നു. അതിന് ഓരോന്നും ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ അന്നൊരു നല്ലൊരു സിസ്റ്റം ഓഫ് എക്സിക്യൂഷൻ ഉണ്ട്. ഇന്ന് ആ സിസ്റ്റം എല്ലാം നടന്നു. ഇന്ന് വേറെ ഏതോ ഒരു സ്വപ്ന ലോകത്തിലുള്ള കൺസ്ട്രക്ഷനാണ് നടക്കുന്നത്. ഇന്ന് ഇവിടെ നാഷണൽ ഹൈവേയുടെ വർക്കിൽ നമ്മൾ ചീഫ് ടെക്നിക്കൽ എക്സാമിനർ കേരളത്തിൻ്റെ ആളാണ്. ഒരൊന്നുമില്ല, കേരളത്തിൻ്റെ നമ്മൾ എന്തുകൊണ്ടെന്തോ അദ്ദേഹത്തിന് ഒരു റോളും ഇല്ല. എന്ത് വേണമെങ്കിൽ ചെയ്ത് കഴിഞ്ഞാലും അവസാനം പേയ്മെൻറ്റ് കൊടുക്കുന്ന ഒരു സ്ഥിതി വന്നിട്ടുണ്ട്. ആ പഴയ സിസ്റ്റം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നും നമ്മളെ റോഡുകൾ സുരക്ഷിതമായിട്ട് വരും. പ്രോപ്പറായിട്ട് എഞ്ചിനീയർമാർ സൂപ്പർവൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വരില്ല. അവർക്ക് ഒരു ഭയമില്ലാത്തൊരു നില. എന്തുകൊണ്ടും സ്വാധീനം പണമുണ്ടെങ്കിൽ എന്തും നമുക്ക് നടക്കാവുന്ന ഒരു സ്ഥിതിവിശേഷം നാളെ കേരളത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്യൂറോക്രസിയിൽ വന്നു കഴിഞ്ഞു. അത് മാറണമെങ്കിൽ വളരെ നമ്മൾ ഒന്ന് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തേ പറ്റൂ. അതിന് മണികെട്ടും പൂച്ചക മണികെട്ടും എന്നുള്ള നിലക്കാണ് വളരെ അധപതിച്ച ഒരു സിസ്റ്റമായിട്ടുണ്ട്. ഞാൻ എൻ്റെ ജനറേഷനെ കുറ്റം പറയല്ല. എൻജിനീയേഴ്സായിട്ട് പെരുമാറണം. എൻജിനീയേഴ്സ് ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഒരു പള്ളിയിൽ ഒരു കൺസ്ട്രക്ഷൻ നടക്കുകയാണെങ്കിൽ അതൊരു കാര്യക്കാർ എന്തെങ്കിലും പറയും, അച്ഛൻ പറയും അത് എൻജിനീയർ പറയട്ടെ, നീ എൻജിനീയറാണ്. അത്ര ശാസനശക്തി ഉണ്ടായിരുന്നു അവർക്ക്. ആ ശാസനശക്തി ഇന്ന് ഡിപ്പാർട്ട്മെൻറ്റ് നഷ്ടപ്പെട്ടു പോയി. അന്ന് ഇപ്പോൾ ഇവിടുത്തെ വാല്യുവേഷൻ്റെ ഒരു കെട്ടിടങ്ങളുടെ വാല്യുവേഷൻ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇതിൻ്റെ 50% മതി നമുക്ക് കോസ്റ്റ് കൊടുക്കുന്നത്. ചെറിയ ഒരു പ്ലിന്ത് ഏരിയ റേറ്റ് എന്ന് പറഞ്ഞ് ഗവൺമെൻറ് ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുക ആ സ്പെസിഫിക്കേഷനുള്ളതിന് മാത്രമേ വാല്യൂ ഉള്ളൂ. അതിൽ ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ ആ സ്പെസിഫിക്കേഷൻ കുറഞ്ഞ് വാല്യൂ കുറക്കണമെന്ന്. ഇതിപ്പോൾ പ്ലിന്ത് ഏരിയക്ക് എന്ത് റേറ്റ് വന്ന് ഒരു ചെറ്റ കുടിൽ വെച്ചാൽ ആ റേറ്റ് വെച്ച് അതിൻ്റെ ഡബിളാണ് ഇന്ന് പേയ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. എത്ര പണമാണ് ഡ്രെയിനായി പോയിരിക്കുന്നത്. അതുപോലെ തന്നെ സൂപ്പർവിഷനും ഇങ്ങനെ ഓരോ ഏജൻസിയെ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വേദനയോടുകൂടിയാണ് ഞങ്ങൾ റിട്ടയർ ചെയ്ത ഞങ്ങളെപ്പോലുള്ളവർ നോക്കുന്നത്. ഈ വാല്യുവേഷന് ഇത്രയും കോസ്റ്റൊന്നും വരില്ലായിരുന്നു. ആരാണ് ഒരു അപ്രൂവ്ഡ് രജിസ്റ്റേർഡ് വാല്യൂ ചെയ്ത ഏതെങ്കിലും വാല്യുവേഷൻ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഞാനത് കോടതിയിൽ പല പേപ്പറുകളും എനിക്ക് വന്നു. അപ്പം നോക്കുമ്പോഴാണ് ഇത് ഒപ്പിട്ടിരിക്കുന്നത്. ഈവൺ വാല്യുവേഷൻ എന്താണെന്ന് അറിയാത്തവരാണ് ഈ വാല്യുവേഷനിൽ ഒപ്പിട്ട്. അതെല്ലാം പാസ്സാക്കി കൊടുക്കുകയും ചെയ്ത് എമൗണ്ട് നമ്മളതിൽ കൊടുത്തു. ഇത് എവിടെ ഏത് വേദിയിൽ പറയും, ആരോട് പറയും? ഇതെല്ലാം പബ്ലിക് മണിയാണ് പോകുന്നത്. പബ്ലിക് മണി പോകുമ്പോഴേ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം പബ്ലിക്കിനോട് ഇത് പറയാനേ പറ്റുള്ളൂ. കാരണം നമ്മുടെ ഈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതൊരു സിസ്റ്റം ഒരു കോക്കസിൻ്റെ കയ്യിലാണ് കുറേ കാലമായിട്ട്. ഗവൺമെൻറ് ഏതും ആയിക്കോട്ടെ. ഇവിടെ സാർ പറഞ്ഞ മന്നാടിയാർ എൻ്റെ ബന്ധു ഒരു എഞ്ചിനീയറായിരുന്നു, സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്. മന്നാടിയാർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന റോഡ് പരിശോധിക്കാനായിട്ട് വരുന്നു എന്നറിഞ്ഞപ്പോൾ അതിന് 2 ദിവസം ഉറക്കമില്ല. മന്നാടിയാർ വരെ ചീഫ് ടെക്നിക്കൽ എക്സാമിനർ വരുന്നു എന്ന് അന്നൊരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വാസ് ടെല്ലിങ് അയ്യോ ദർ വാസ് നോ റെസ്റ്റ് ടു മൈ ടോയ്ലറ്റ്. അദ്ദേഹം പറഞ്ഞതായിരുന്നു. പ്രഗത്ഭനായ എക്സിക്യൂട്ടീവ് നാളെ മന്നാടിയാർ വരുന്നു എന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഖാനെ മൈ ടോയ്ലറ്റ് വാസ് വെരി ബിസി യെസ്റ്റർഡേ. അപ്പോൾ സാറേ ഇതിൻ്റെ പ്രോബ്ലം സാർ ചോദിച്ചത് ചീഫ് എഞ്ചിനീയർ പറഞ്ഞാൽ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ കേൾക്കില്ല, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കേൾക്കില്ല. എന്തിനാ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ പറഞ്ഞാൽ വർക്ക് സൂപ്രണ്ട് കേൾക്കത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം ഒന്ന് ശിക്ഷണ നടപടി എടുക്കണം. തീരുമാനം എടുക്കേണ്ടത് മന്ത്രിയുടെ ലെവലില്ല, ഒരു നടപടിയും വരികയില്ല. 2 സ്ഥലം മാറ്റാൻ ഒക്കത്തില്ല.
കാശ് കൊടുത്തിട്ട് വന്ന് സ്ഥലമാറ്റം വാങ്ങിച്ചിരിക്കുന്നത്. ഇതാണ്. എല്ലാവരും കാശ് കൊടുത്ത് സ്ഥലമാറ്റം വാങ്ങിച്ച് അല്ല, സുരക്ഷിതമായിട്ടിരിക്കുക. സാറിന് കുറച്ചും കൂടി കറക്റ്റായിട്ട് അറിയും. പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഇരുന്നതല്ലേ. സാറേ എത്ര ശുപാർശകളാണ് വരുന്നത്. അതെ സാറേ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ശരിക്കും പറയേണ്ടത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിൻ്റെ അവസാന സേ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസിനായിരിക്കണം. അതിനപ്പുറത്ത് രാഷ്ട്രീയ ഇടപെടൽ നടന്നാൽ പോലീസ് സേനയുടെ ആ ക്വാളിറ്റി കുറയും. ഇവിടെ തന്നെ ചീഫ് എഞ്ചിനീയർ തീരുമാനം എടുക്കേണ്ടത് ചീഫ് എഞ്ചിനീയർ തീരുമാനം എടുക്കണം. അതിനപ്പുറം പൊളിറ്റിക്കൽ ഡിസിഷൻ അതിനകത്ത് വരുന്നോ എപ്പോൾ വരുന്നോ അന്നോ അതോടുകൂടി നമുക്ക് ഈ കുഴപ്പത്തിലാവും. ഇവിടെ ഇന്ന് ഈ കുഴപ്പത്തിലായ ഈ അരാജകത്വത്തിൻ്റെ കാര്യം അഴിമതിയാണ്. അഴിമതിയിൽ കുളിച്ച് നിൽക്കുന്ന ഒരു സംവിധാനമാണ് എത്രയോ കാലമായി കേരളത്തിലുള്ളത്. അപ്പോൾ അവിടം തൊട്ട് PWD മന്ത്രിമാരെ കറപ്റ്റ് ആകാൻ തുടങ്ങി എന്നാന്ന് സാറിന് അറിയാമല്ലോ. ഞാൻ ആ പേരൊന്നും പറയുന്നില്ല. ഞാൻ പറയാം, എനിക്ക് മടിയില്ല സാർ പറയാം. എന്ന് തുടങ്ങിയതാണ് നാഷണൽ ഹൈവേയിലും കറപ്ഷൻ എന്ന് തുടങ്ങിയെന്നുള്ള ഐ ആം എ വിറ്റ്നസ് ഫോർ ദാറ്റ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ചില ആളുകൾ മരിച്ചുപോയി, ചില ആളുകൾ ജീവിച്ചിരിപ്പുണ്ട്, ഒന്നും നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നില്ലെങ്കിൽ പോലും ഈ PWD മന്ത്രിമാർ നേരിട്ട് കൈക്കൂലി വാങ്ങിക്കുന്നത് ഇപ്പോൾ തുടങ്ങിയതല്ല, വളരെ മുമ്പ് തന്നെ ഉണ്ടായിരുന്നൊരു സംവിധാനമാണ്. ഇതിനകത്ത് നിന്ന് വ്യത്യസ്തമായി ഒരു ഒരു PWD മന്ത്രിയെ ഞാൻ കണ്ടിട്ടുള്ള ഏക മന്ത്രി G. സുധാകരനാണ്. വേറെ ഒരു മന്ത്രിയും ഞാൻ കണ്ടിട്ടില്ല വ്യത്യസ്തനായൊരു മന്ത്രി. ബാക്കി എല്ലാവരും കറപ്റ്റായിരുന്നു, ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കറപ്റ്റായിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോൾ കറപ്റ്റ് സിസ്റ്റമാണ് നമ്മുടെ സംസ്ഥാനത്ത് നിൽക്കുന്നത്. ഈ കറപ്റ്റ് സിസ്റ്റം നിൽക്കുമ്പോൾ നമുക്ക് ഇക്കാര്യത്തിലൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഒരു കാര്യം കൂടെ അങ്ങോട്ട് ചോദിച്ചുകൊണ്ട് നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. നമ്മുടെ കേരളത്തിലെ റോഡുകളെന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ജീവനാഡിയാണ്. ഈ റോഡുകൾ നിർമ്മിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നാളത്തെ കേരളത്തിലെ റോഡുകൾ എങ്ങനെയാണ് വികസിക്കേണ്ടത്? അങ്ങയുടെ ഒരു കൺസെപ്റ്റ് എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. സർ, റോഡ് എന്ന് പറയുന്നതാണ് മെയിൻ ആർട്ടറി. റോഡിൻ്റെ ഡെവലപ്മെൻറ്റാണ് ബാക്കിയുള്ള ഡെവലപ്മെൻറ്റ്സ് അല്ല. ട്രാൻസ്പോർട്ടേഷൻ ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. ആ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ശരിയായെങ്കിൽ ബാക്കിയുള്ള ഡെവലപ്മെൻറ്റ്സ് അല്ല. ദിസ് ഈസ് ദ ബേസിക് സ്ട്രക്ചർ. അതിൽ ആദ്യമായിട്ട് നോക്കണം, നമ്മൾ കേരളം എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മൾ ഉണ്ടാക്കുന്ന സ്ഥലത്തിൻ്റെ ആ സ്റ്റേറ്റിൻ്റെ ആ ഭൂപ്രകൃതി, അതിൻ്റെ ഘടനകൾ. നമ്മളെ കേരളം നോക്കുകയാണെങ്കിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി നീണ്ടു നിന്ന് ഒരു ഏകദേശം 600 കിലോമീറ്റർ നീളം വരുന്ന ഒരിതാണ്. അതിൻ്റെ മാക്സിമം വീതി വരുന്നവന് 80 കിലോമീറ്ററാണ് ഏറ്റവും കൂടുതൽ വരും. അത് കൊല്ലം ടു ആര്യങ്കാവാണെന്നാണ് എൻ്റെ ഓർമ്മ. കൊല്ലത്ത് നിന്ന് ആര്യങ്കാവ് വരെ ഒരു 80 കിലോമീറ്റർ, അതാണ് മാക്സിമം വീതി വരും. ബാക്കിയുള്ളിടത്ത് കുറഞ്ഞും കൂടിയായിട്ട് ഏകദേശം ഒരു പാവയ്ക്ക പരുവത്തിലുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം. ഈ കേരളത്തെ തന്നെ നമ്മൾ 4ാം ക്ലാസ്സിൽ പോലും പഠിച്ചിട്ടുണ്ട്. കേരളത്തെ 3ആയിട്ടാണ് ഘടിച്ചത്: മലനാട്, ഇടനാട്, തീരദേശം. ഈ 3 പ്രകൃതിയാണ്. ഈ 3 സ്ഥലത്തിലോട്ടും കൂടി നമുക്ക് ആദ്യം ഉണ്ടാക്കേണ്ടത് വടക്ക് മുതൽ തെക്ക് വരെയുള്ള 3 റോഡാണ്. അത് ഒന്ന് തീരദേശം, ഏതായാലും ഇപ്പോഴത്തെ ഗവൺമെൻറ് അതിന് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുത്തതുകൊണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക. അതുപോലെ മലനാട് ഹൈവേ, ഹിൽ ഹൈവേ ഡെവലപ്മെൻറ്റ് ചെയ്യുക, തീരദേശം. പിന്നെ നമുക്ക് ഇടനാട് എന്ന് പറഞ്ഞാൽ സെൻട്രൽ. മഹാരാജാവിൻ്റെ കാലത്ത് നമുക്ക് MC റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് മെയിൻ സെൻട്രൽ റോഡ്, ദാറ്റ് ഈസ് ദ മെയിൻ റോഡ്. അത് നേരത്തെ ഞാൻ എന്നെ ഇരിക്കുമ്പോൾ NH-17 NH-47 ഒരു കോൺട്രിബ്യൂഷൻ. NH-17 തീരദേശത്തോടു കൂടെ വന്ന് അങ്കമാലി കഴിയുമ്പോൾ അത് വേറെ കൊച്ചിയിലും വേറെ ആയിട്ട് പോകും. പിന്നെ അവിടെ വെച്ചിട്ട് NH-17 വന്നിട്ട് അത് വേറെ തീരദേശ റോഡായിട്ട് ഹിൽ ഹൈവേ എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് തീരദേശം. ഏതായാലും ഞാനന്ന് നോട്ട് എഴുതിയതാണ്. ഇത് ആക്ച്വലി വേണ്ടത് NH-66 ഇപ്പം ഫോം ചെയ്ത മാതിരി വടക്കൻ തീരദേശത്തു കൂടെ പോകുന്ന പകുതി തീരദേശത്തൊക്കെ പോകുമ്പോൾ നല്ലൊരു ഡെവലപ്മെൻറ്റ്സാണ് നമുക്കുള്ളത്. പിന്നെ MC റോഡ് NH-17 ഇപ്പോഴും ഇതുവാണ്. അതിനെ തിരുവനന്തപുരം വരെ നീട്ടണം. തിരുവനന്തപുരത്തിൽ അതാണ് MC റോഡുമായിട്ട് കണക്ട് ചെയ്ത് അത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റേത് ശരിയാവും. ഈ ഒരു നില ഈ 3 റോഡും ഡെവലപ്പ് ചെയ്യും. ദാറ്റ് ഈസ് ദ മെയിൻ പോയിൻറ്റ്. അതിനുശേഷം ഓരോ ജില്ലയിലും ക്രോസായിട്ട് ഈ 3 റോഡുകളും കണക്ഷനായിട്ട് ഓരോ ജില്ലയിലും പ്രധാനപ്പെട്ട കൊച്ചി മധുര റോഡ് അത് ക്രോസായിട്ട് വരുന്ന, നമ്മളെ കൊല്ലം ചെങ്കോട്ട റോഡ് ഇതിന് ക്രോസായിട്ട് വരുന്ന, ഇങ്ങനെയുള്ള ലിങ്ക് ചെയ്ത് കഴിഞ്ഞ് എല്ലാ ജില്ലയിലും ലിങ്ക് ചെയ്താൽ അതായിരിക്കണം മെയിൻ ഡെവലപ്മെൻറ്റ്സ്. പിന്നെ ബാക്കിയുള്ളതെല്ലാം സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യേണ്ട. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ റോഡിൻ്റെയും ഒരു നെറ്റ്വർക്ക് സിസ്റ്റം വരും, സിസ്റ്റമാറ്റിക്കായിട്ട്. ഇപ്പോൾ ഏകദേശം അത് വരുന്നുണ്ട്. തീരദേശ റോഡ് വരും, പിന്നെ മലയിൽ കൂടെ ഹിൽ ഹൈവേ വരുന്നുണ്ട്, ഈ നാഷണൽ ഹൈവേ 66 ഇതെല്ലാം കൂടി വരുമ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റോഡ് ഡെവലപ്മെൻറ്റ്സ് വളരെ
നല്ല ഒരു നിലയുടെ ഇത് ഉൾക്കൊണ്ട് വേണം DPRും തയ്യാറാക്കുക. അതാണ് നമ്മളെ ഡെവലപ്മെൻറ്റ്സിൻ്റെ ഏറ്റവും ഒരു ചെറിയ ഒരു ആമുഖം എന്ന് പറയാൻ. അങ്ങ് വളരെ നല്ല നിർദ്ദേശമാണ് വെച്ചത്. മലനാടും ഇടനാടും തീരപ്രദേശവുമായിട്ട് ഡിവൈഡ് ചെയ്ത് കിടക്കുന്ന കേരളം ഒരു 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 ചെറിയ ഒരു പാവയ്ക്ക പോലെ ഒരു കൊച്ചു സംസ്ഥാനമാണ്. അവിടെ ഏറ്റവും വലിയ വീതി 80%. ജനറലായിട്ട് 80 കിലോമീറ്ററാണ്. 75 പലയിടത്തും 75, 50 ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. 40 വരെ ഒരു ചെറിയ ചുരുങ്ങിയ സ്ഥലങ്ങൾ. അപ്പോൾ അവിടെ നമുക്ക് ഈ 3 റോഡുകളുടെ വികസനം കൊണ്ടേ നമ്മുടെ ഈ യാത്രാ പ്രശ്നം പരിഹരിക്കാൻ ഒക്കും. ടൂറിസം അടക്കമുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത് ഇതിലൂടെയാണ്. അപ്പോൾ നമ്മൾ തീർത്ത ഹിൽ ഹൈവേ, അതായത് പുനലൂരിൽ പോയി മൂവാറ്റുപുഴ തൊടുപുഴ വഴി ഹിൽ ഹൈവേ വളരെ നന്നായിട്ട് തീർത്തിട്ടുണ്ട്. നല്ല കൺസ്ട്രക്ഷനാണ്. അതൊരു കുഴപ്പവും പറ്റില്ല. ഇപ്പോഴും ആ റോഡ് വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. എം സി റോഡും കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. പക്ഷേ തീരദേശ റോഡിൽ ഈ അപകടം സംഭവിച്ചതിൻ്റെ ഒരു വലിയ കാരണം തീരദേശത്തെ അതിൻ്റെ ഇറോഷനും അതുപോലെ മണ്ണിൻ്റെ ഘടനയൊക്കെ കൊണ്ടാണ്. അതിനെക്കുറിച്ച് പരസ്പരം പഴി ചാരാതെ ഈ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് നോക്കി അതിന് പരിഹാരമുണ്ടാക്കുക എന്നുള്ളതല്ലാതെ ഡെവലപ്മെൻറ്റ്സ് വരുമ്പം അതിൻ്റെ പേരിൽ തള്ളു നടത്താതെ, അങ്ങനെ തള്ളു നടത്തുന്നവരെ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും. അത് ചെയ്യാതെ ശാസ്ത്രീയമായിട്ട് ഇക്കാര്യത്തെ സമീപിക്കുന്ന ഒരു പക്വത നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഉണ്ടാകേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ്സ് 5 വർഷത്തെ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ് നിൽക്കാതെ ദീർഘകാലത്തെ ഡെവലപ്മെൻറ്റ് നമ്മൾ പ്ലാൻ ചെയ്യും. ഗവൺമെൻറ് എപ്പോഴും മാസ്റ്റർ പ്ലാൻ ഗവൺമെൻറ് ഒരു കണ്ടിന്യൂമാണ്. തീർച്ചയായിട്ടും അത്തരത്തിൽ നല്ല വികസന പരിപാടികളുമായി പോയാൽ, അതിനാവശ്യമായ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് പോയാൽ കേരളത്തിൻ്റെ റോഡുകൾ വികസിക്കുക മാത്രമല്ല, ജനങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മാറും, ടൂറിസം വികസിക്കും, പുതിയ വ്യവസായങ്ങൾ നമ്മളെ കേരളത്തിലുണ്ടാകും. കേരളത്തിനെ സമഗ്രമായൊരു മാറ്റത്തിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഏറ്റവും വലിയ കാര്യം നമ്മുടെ റോഡ് നെറ്റ്വർക്കാണ്. അതിന് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.